ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്ട്രോബെറി ഫ്യൂഷൻ. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ടോർട്ടില്ല റാപ്പ് ചെയ്താലോ. ആദ്യം നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൂടെ ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് തുടങ്ങാമല്ലേ. ഞാനിവിടെ ഒരു 4 റാപ്പാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ആദ്യം ചിക്കനിൽ കുറച്ച് മസാല പുരട്ടി വെക്കണം. 300 ഗ്രാം ബോൺലെസ് ചിക്കൻ പീസസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കെച്ചപ്പ്, ഇതെല്ലാം കൂടെ നമുക്ക് ചിക്കൻ നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചിക്കനിൽ മസാല പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ടോർട്ടിലേക്കുള്ള മാവും കൂടെ ഇവിടെ തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, പിന്നെ ഒരു 1/3 കപ്പ് കോൺഫ്ലോർ. നമ്മൾ എത്രയാണോ മൈദ എടുക്കുന്നത് അതിൻ്റെ ഒരു 1/3 ഭാഗം മതി കോൺഫ്ലോർ. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ ഓയിൽ. ഇവയെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്ക് ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഡോവിനെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒന്നുകിൽ നല്ലപോലെ അടച്ചു വെക്കാം, അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി കൊണ്ട് തന്നെ കവർ ചെയ്ത് വെക്കാം. ഓപ്പണാക്കി വെക്കാൻ പാടില്ല, ഓപ്പണാക്കി വെച്ചാൽ ഇത് ഡ്രൈ ആയി പോകും. അപ്പോൾ ഇതിവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ 2 സൈഡും ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കനും ഫ്രൈ ആയി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡോ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ടോർട്ടില്ല ഷീറ്റ് ഉണ്ടാക്കണം. ഞാനിവിടെ ഇതിനെ 4 ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 4 റാപ്പാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നമുക്കിതിനെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ആ ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കാം. നാലും പരത്തി വെച്ചു. ഇനി നമുക്കിതിനെ ചുട്ടെടുക്കണം. ഇതേപോലെ നമുക്ക് 2 സൈഡും കുക്ക് ചെയ്തെടുക്കാം. ഇത് ചുടുമ്പോൾ ഉണങ്ങിപ്പോകാൻ പാടില്ല കേട്ടോ, ഒരുപാട് സമയം വെക്കാനും പാടില്ല. 2 സൈഡും ക്രിസ്പി ആവാനും പാടില്ല. അപ്പോൾ നമ്മൾ റാപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകും. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ റാപ്പ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഗാർലിക് മയോണൈസ് ആണ്. ഇത് ഹോം മെയ്ഡ് ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അറിയാത്തവരുണ്ടെങ്കിൽ അത് കാണുക. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, കുറച്ച് കുക്കുംബർ കക്കിരി, അതേപോലെ കുറച്ച് ടൊമാറ്റോ, തക്കാളി, ലെറ്റ്യൂസിന് പകരമായിട്ട് കാബേജ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഷീറ്റ് എടുത്ത് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് കുറച്ച് മയോണൈസ് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇതേപോലെ കുറച്ച് ലെറ്റ്യൂസ്, കുക്കുംബർ, ടൊമാറ്റോ, പിന്നെ ചിക്കൻ, ഇതെല്ലാം ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് മൊസറല്ല ചീസ് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് എല്ലാത്തിൻ്റെ മുകളിലായിട്ട് ടൊമാറ്റോ കെച്ചപ്പും. ഇനി 2 സൈഡിൽ നിന്നും നല്ല ടൈറ്റായിട്ട് നമുക്ക് റാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ റാപ്പ് ചെയ്യാം. എൻ്റെ വിട്ടുപോകാതിരിക്കാൻ നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് വെച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ റാപ്പിംഗ് ഇവിടെ കഴിഞ്ഞു. ഇനി ഇതിനെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മൈക്രോവേവ് ഓവനിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ഇതേപോലെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ സാധാരണ നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. 2 സൈഡും കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് നല്ല ക്രിസ്പി ആക്കി എടുക്കുക. ഇതേപോലെ ഒലിവ് ഓയിൽ കയ്യിലില്ലെങ്കിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ്റെ ഓയിൽ ഉണ്ടെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള റാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ടോർട്ടില്ല റാപ്പ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ കമൻറ്റ് ബോക്സിൽ പറയുക. കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു. ബൈ.